ഇപ്പോഴും ചന്ദന സിംഗിൾ ആണെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഫാൻസുകാർ പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളത്? ചേട്ടൻ്റെ വീട് എവിടെ? എന്റെ പത്തനംതിട്ട. ഞാൻ അങ്ങോട്ടൊക്കെ വരാം, അമ്മനൊക്കെ കാണാം. വന്നിട്ട് എന്നെ ഇഷ്ടമായി പോരുന്നു എന്റെ കൂടെ. അതെ, പോരോ. ഇത് വേറെ സാധനമായി. അത് അച്ചാറ്. നീ എന്നും വിളിക്കുന്ന ഒരു തെറിയ മൈഡിയർ കുട്ടി. ഇതുപോലെ മറക്കാൻ പറ്റാത്ത അശ്വതി ഉണ്ടല്ലേ? അശ്വതി വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിളിക്കും, നിനക്ക് എന്താണെന്നൊക്കെ രണ്ട് തെറിയൊക്കെ പറയാൻ. അശ്വതി വിളിച്ചിട്ട് നല്ല തെറി പറയും, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ, എന്റെ അടുത്തേക്ക് വാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി. നിങ്ങൾക്ക് പരസ്പരം കുശുമ്പ് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ? അതില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നേ. ഫസ്റ്റ് റിലേഷൻ ഫസ്റ്റ് റിലേഷൻ ടോക്സിക് ആയതാണ്, ഞാൻ തേച്ചു. ഇപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോ പറയും തടിച്ചി, പിന്നെ തടി വെച്ച് മാത്രം പറയുള്ളൂ എല്ലാവരും. ഇപ്പൊ ഞാൻ ഡയറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ അത് ഫ്ലോപ്പായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. എത്ര കിലോ കുറച്ചായിരുന്നു? ഞാനൊരു 20 ഒക്കെ കുറച്ചായിരുന്നു. എനിക്ക് 80 ഉണ്ടായിരുന്നു. ഗേൾസിന് വയറിലാകാൻ ഭയങ്കര എളുപ്പമാ. അത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ബോഡി കാണിച്ചാ മതി, ബോഡി കാണിച്ചാ പറയുന്നത് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനത്തെ മൈൻഡ് സെറ്റ് കൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസറാണ്, ട്രാൻസിഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിൽക്കുമ്പോൾ അല്ലെ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ പൊന്നടവുപോയി. സ്വാഗതം ചെയ്യാം ചന്ദന മനോജ്. നമസ്കാരം. എന്നാ വീഡിയോ ഒക്കെയാണ് തകർക്കുന്നേ, പോളി വൈബ്. ഇപ്പം വീഡിയോ കാണുമ്പം ഏതൊരു വ്യക്തികളാണെങ്കിലും ചിന്തിക്കും ഇതിന് മുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ, ഒന്നുമല്ലാതെ എല്ലാവരും ചവിട്ടി ഇട്ടൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ വീട് എവിടാ? എന്റെ വീട് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര്. ഇപ്പം ബാംഗ്ലൂർ പഠിക്കുവാണോ? പഠിക്കാൻ. ഞാനിപ്പോ നാട്ടിലേക്ക് വന്നേക്കാണ്. എനിക്ക് എന്നിട്ടാണ് ഫുഡ് പോയിസൺ ഒക്കെ ആയിട്ട്. അപ്പൊ ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോ പോകും. ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന ആരാ? ട്രാൻസിഷൻ ആണോ? അത് പണ്ടുടങ്ങി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പണ്ടുടങ്ങി ചെയ്ത ലൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വൈറലായി തുടങ്ങിയപ്പം പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അശ്വതി, അവളും ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് പോകാന്ന് വെച്ച് ട്രാൻസിഷൻ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെറൈറ്റീസ് ചിലതൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് വൈറലാകുന്ന ടിക്ടോക്കിലൂടെ അല്ലേ? അപ്പം ടിക്ടോക്കിലെ ഫസ്റ്റ് വൈറലായ വീഡിയോ ആണോ അതോ റീൽസിലെയാണോ കാണിക്കുന്നത്? ഇപ്പം റീൽസിൽ കാണിക്കാം. ടിക്ടോക്കിലൊരു മൂക്കുത്തിര വീഡിയോ ആണ്. ഇപ്പം റീൽസിലത്തെ ഇതാണ്. എന്നാ ഇതൊക്കെ എവിടുന്ന് വരുന്നത്? ഐഡിയ, ഇന്റലിജൻസ്. ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അഴിച്ചു വെക്കുന്നവരുണ്ടോ? ഇല്ലില്ല, കഴിവ് എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ, ആർക്കും കിട്ടിയിട്ടില്ല. ചന്ദ്രനെ ഞാൻ ഒരു വീഡിയോ കാണിക്കാം, അതെല്ലാം പ്രേക്ഷകൻ കാണേണ്ട ഒരു വീഡിയോയാ. നീ പൊണ്ണത്തടിയാ, എന്തിനു കൊള്ളാം. അതെ, ഇത് ഭയങ്കര ഒരു മാറ്റമായി പോയി കേട്ടോ. ഈ ഒരു വാശി വന്ന എങ്ങനാ? അതെനിക്ക് ഇങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോ പറയും തടിച്ചി, പിന്നെ തടി വെച്ച് മാത്രം പറയുള്ളൂ എല്ലാവരും. നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയണ തന്നെ തടിയെത്തി അങ്ങനത്തെ ഒക്കെ രീതിയിലാണ്. സ്കൂളിൽ വിളിച്ചിരുന്ന തന്നെ തടിച്ചി, ആനക്കുട്ടി എന്നൊക്കെ തന്നെയാണ്. അപ്പൊ തുടങ്ങി ചെറുതിൽ തുടങ്ങി വിഷമമായി. കാരണം ഇത് തന്നെ എല്ലാരും പറയുന്നത് കൂളായിട്ട് എടുക്കുക. പക്ഷെ എനിക്കത് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അതെ അതെ. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു എല്ലാവരും. പിന്നെ അതിങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ പറയുമ്പോൾ എനിക്ക് വിഷമമായി. പിന്നെ അപ്പം ഞാൻ ഡയറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ അത് ഫ്ലോപ്പായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയി. പിന്നെ എത്ര കിലോ കുറച്ചായിരുന്നു? ഞാനൊരു 20 ഒക്കെ കുറച്ചായിരുന്നു. എനിക്ക് 80 ഉണ്ടായിരുന്നു. പിന്നെ ഒരു 60K, പിന്നെ അത് 50K. പിന്നെ ഞാൻ മടി പിടിച്ച് ഫുഡ് കഴിക്കും, തടി വയ്ക്കും, കുറയ്ക്കും, അങ്ങനെ. പിന്നെ അതൊരു ഹരമായിട്ട് അങ്ങ് മാറി അല്ലേ? അതെ. ഇപ്പം വണ്ണമുള്ളവർ കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് എന്തുവാ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജിമ്മിൽ പോവാം. അത് അവർക്ക് അവരുടെ ബോഡി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്ത് വെക്കണതാണ് നല്ലത്. ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. എനിക്കിങ്ങനെ സ്കൂളിൽ പോകാത്ത കുട്ടിയാണ്. അതെ, കുറച്ച് നാളൊക്കെ സ്കൂളിലൊന്നും പോയില്ല. എനിക്ക് ഇത് കളിയാക്കിയത് കൊണ്ടോ ബുള്ളിങ് കാരണം ഞാൻ പോയിട്ടില്ല. അപ്പോഴാണ് എനിക്ക് കൊറോണ വന്നപ്പോ പിന്നെ ക്ലാസ് ഒക്കെ അടച്ചല്ലോ. എനിക്ക് സന്തോഷമായി, കാരണം വീട്ടിലിരിക്കാൻ. അതെ. പിന്നെ അങ്ങോട്ട് +1 +2
അങ്ങനെ കൊറോണ ഒക്കെ വന്ന് ഇപ്പം ഞാൻ വീട്ടിലിരിക്കും. സമാധാനം. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അവഗണനകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അതുണ്ട്. പഠിപ്പിൽ ഞാനൊരു മീഡിയ ആവറേജ് ഒക്കെയാണ്. അത് എല്ലാവരും ഒക്കെ അങ്ങനെയാണ്, ആരെങ്കിലും ബുദ്ധിജീവി. കമോൺ. അപ്പം ആകെ ഒരു നല്ലതുണ്ടായിരുന്ന ഡാൻസിൽ മാത്രം. അതിൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും, നല്ലതായിരുന്നു. സ്കൂളിലൊക്കെ ഡാൻസർ അങ്ങനെയൊക്കെയാണ് അറിഞ്ഞപ്പെടുന്നത്. വേറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഓരോ മേക്ക് ഓവറിനൊക്കെ, ഞാൻ ഈ ഇൻഫ്ലുവൻസർ ആയി പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആയി തുടങ്ങിയത്. കാരണം നമ്മളിങ്ങനെ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോ ഈ ഡ്രസ്സ് ചേരൂലല്ല അങ്ങനെയൊക്കെ പറയും. അതെ. അപ്പം അതേക്കുമ്പോ അയ്യോ, പിന്നെ അതിനൊക്കെ ഇങ്ങനെ അതീന്നൊക്കെ പിന്നെ മാറി തുടങ്ങി. പിന്നെ തടിയൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടാണ് ഞാൻ പോയി തുടങ്ങിയത്. ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് കിട്ടിയിരുന്നത്, ഞാൻ ചൂസ് ചെയ്യണതായിരിക്കും മേ ബി ടോക്സിക് ആയിരിക്കും. എന്നെ ഇതുവരെ തടിനെ പറ്റി പറയാത്തത് അശ്വതി മാത്രം. അതുകൊണ്ട് മാത്രം ഞാൻ അവളെ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര എനിക്ക് കംഫർട്ടാണ് പുള്ളിക്കാരത്തിന്. അശ്വതിയെ കിട്ടിയപ്പോഴാ ഒരു സൗഹൃദം? അശ്വതിനെ കിട്ടിയപ്പോ 1 year ആയി കാണും. ഞാൻ അങ്ങോട്ടാണ് പുള്ളിക്കാരിക്ക് മെസ്സേജ്, മീൻസ് പുള്ളിക്കാരി വീഡിയോ ക്യാമിലാണോ അതോ ഫോണിലാണോ കൊടുക്കണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ മെസ്സേജ്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് അയച്ചു. പിന്നെ ഭയങ്കര കമ്പനി. അങ്ങനെ എന്നെ കാണാനൊക്കെ വന്നു, ട്രിപ്പൊക്കെ പോയി. പിന്നെയാണ് ഒരുമിച്ച് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഒരുമിച്ചുള്ള യാത്രയായിരുന്നു അല്ലേ? അതെ. ആ ഒരു സൗഹൃദത്തെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ, എങ്ങനെയാണ് പറയാ, നോ ഫിൽറ്റർ ചേച്ചിമാർ ഒരുമിച്ചായി. ഇനി ട്രാൻസിഷൻ വരും. പിന്നെ കുറെ വൃത്തികളൊക്കെ പറയാൻ തുടങ്ങി നമ്മുടെ DMസിലൊക്കെ വന്നിട്ട്. അങ്ങനെ മോശപ്പെട്ടായിട്ട്. ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തുവാ? നല്ലതാണോ ചീത്തയാണോ? ചീത്ത ആദ്യം പറ. ചീത്ത എന്ന് പറയുകയാണെങ്കിൽ എന്നിട്ടാണ് ഈ ഇൻഫ്ലുവൻസർ ലൈഫാണോ? അല്ല, എന്ത് ലൈഫ് വേണമെന്ന് നീ പറഞ്ഞു. ഒരു ഷൂട്ട് ഉണ്ടായി, ബ്രൈഡൽ ഷൂട്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ പേയ്മെന്റ് ഒന്നും മേടിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ കൊളാബിന് പോയതാണ്. അപ്പൊ ഞാൻ അത് എൻ്റെ വീട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാൻ എടപ്പള്ളി വരെ വന്ന് രാവിലെ വന്നതാണ്. അപ്പം 2 കോസ്റ്റ്യൂം ഉണ്ടായി ഓൾറെഡി. അപ്പൊ അവര് ഓൾറെഡി സാരി കുടിപ്പിച്ച് കളറിനെ പറ്റിക്ക് പറയാൻ തുടങ്ങി. അപ്പോഴേ പറയാൻ തുടങ്ങി കളറ് ഡാർക്ക് ആയതുകൊണ്ട് അതിനെപ്പറ്റി സംസാരം. ഞാൻ അപ്പോഴും ചിരിച്ചൊക്കെ ഇരിക്കുള്ളൂ ഓൾറെഡി. അപ്പം എന്താണ് പുള്ളിക്കാരി, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല രാത്രി വരെ, ഷൂട്ട് കഴിയണ വരെ. അപ്പൊ പുള്ളിക്കാരി ഈ വീഡിയോ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് എന്താണ് കൊളാബറേഷൻ ചെയ്യാൻ പോയപ്പം ഞാനാണ് ക്യാമറ സെറ്റ് ചെയ്തത്. അപ്പം കൊളാബറേഷൻ എന്തായാലും ഇടണമല്ലോ ക്യാമറ, പിന്നെ ചുമ്മാ വരണല്ലോ. അപ്പൊ എന്താണ് ഞാൻ കൊളാബറേഷൻ ഇട്ടപ്പോ എന്നെ വിളിച്ചിട്ട് കുറെ വഴക്കൊക്കെ പറഞ്ഞ്, നിങ്ങൾ എന്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിനോട് ഒരു ഇതില്ലേ ഒക്കെ പറഞ്ഞ് ചുമ്മാ പുള്ളിക്കാരി വഴക്ക് പറയാണ്. ഞാനൊരു കൊളാബറേഷൻ സമയം കളഞ്ഞു പോയിട്ടല്ലേ? അതെ, ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് പോയി. അതും മഴയത്ത് നിന്ന് കുറെ ഫോട്ടോ എടുത്ത്, ഇങ്ങനെ ഫുള്ള് വെറ്റായിട്ടൊക്കെയാണ് ഫോട്ടോ എടുത്തത് അന്ന് തന്നെ, മഴയത്ത് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും പുള്ളിക്കാരനെ കുറേ വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ്, ഒരു പാഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. അതെനിക്ക് ഇച്ചിരി വിഷമമായി. എന്തായാലും നമ്മൊരു വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരത്തി ഇപ്പൊ ഇത് കാണുന്നുണ്ട്? കാണുമായിരിക്കും. പിന്നെ എന്തുവാ പറയാനുള്ളത്, പറഞ്ഞോ. ഞാൻ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ അപ്പോഴത്തെ ഒരു ഇത് എന്നോടും വല്ല ഇത് വെക്കണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കൂട്ടുകാരൊക്കെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടോ? അതേ ഉള്ളൂ. കാരണങ്ങൾ എന്തുവാ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് സ്വീറ്റ് ആവും എല്ലാവരുമായിട്ട്. പെട്ടെന്ന് ഞാൻ വിശ്വസിക്കും. അതെ, പെട്ടെന്ന് ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ കുറെ പേര് പോയിട്ട്, സ്കൂൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ കോളേജ് കഴിഞ്ഞ് വയസ്സാവണ വരെ തിക് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞവരിപ്പില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാരൻസിന്റെ ഇടയിലും പ്രിൻസിപ്പലിന്റെ ഇടയിലൊക്കെ ഒരു കാലത്ത് എന്നെ പറ്റി ടോക്കൊക്കെ വന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താന്ന്. അവര് പിന്നെ എന്നെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു, സ്കൂൾ ഫ്രണ്ട്സ്. പിന്നെ ഓൺലൈൻ ആണല്ലോ ഫുള്ള്, സ്കൂളിലൊന്നും പോയിരുന്നില്ല. അപ്പം ഞാൻ പ്രൈവറ്റായിട്ട് +2 ചെയ്തേ. അപ്പോൾ പിന്നെ ഓരോ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ കമ്പനി ആവും, അവര് ബെനിഫിറ്റ്സ് എടുക്കും, പോവും, അങ്ങനെയാണ്. പക്ഷെ ഞാൻ എന്നാലും അവർക്ക് ക്ഷമിച്ച് ഞാൻ ലിമിറ്റ് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഓക്കെ ബൈ പറഞ്ഞ് ഞാനും പോകും. ഞാൻ പിന്നെ ബൈ പറഞ്ഞു പോയാൽ പോണം. അതെ, പോണം, പിന്നെ നിൽക്കരുത്. അങ്ങനെ ഈ ഇടയിൽ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ചേട്ടന്മാരും എല്ലാം കൊണ്ടുനടന്നിരുന്നേ. അപ്പം അവരെന്ത് മീൻസ് അവരുടെ ഏജിന്റെ മീൻസ് എനിക്കൊരു 18 വയസ്സാണെന്ന് പോലും എന്താണ് അവര് കണക്കാക്കാണ്ട് എന്നെ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ പോയി, എന്നായിട്ട് കമ്പനിയായി വിട്ട്, കൊളാബറേഷനൊക്കെ റിമൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്തൊക്കെ പോയി. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഡിപ്രഷനൊക്കെ
അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാണ്ടായി. എപ്പോഴും വീട്ടിലൊക്കെ അടുപ്പ് മാത്രം തന്നെ. അങ്ങനെ കുറച്ച് ശോകം കിട്ടി. ഇപ്പം അതിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷൻ്റെ മെഡിസിനോ? അപ്പോൾ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ച് കളിക്കും, പക്ഷെ എന്ത് വിഷമങ്ങളുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. ഞാനിപ്പം ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് വീഡിയോ ചെന്നിട്ടുണ്ടെങ്കിൽ കൊളാബറേഷൻസ് നമുക്ക് കുറേ ഉണ്ട്. അവർ വിളിച്ചുകൊണ്ടിരിക്കും വീഡിയോ ചെയ്യുന്നില്ലേ. അപ്പം അതിൻ്റെ ഒരൊറ്റ ബേസിലാണ് ഇപ്പോൾ വീഡിയോ തന്നെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവർ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഡൗൺ ആയി പോകുന്നില്ല. അവരെവിടെ ഞാനിപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കരഞ്ഞും പിടിച്ചിരുന്നു. ഞാൻ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടാമല്, അവൻ എൻ്റെ കൂടെ LKG വരെ കൂടെ ഉള്ളത്. അവൻ വരും, വാ ഇപ്പം നമുക്ക് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞ് പുറത്തു കൊണ്ടുപോകും. പിന്നെ അവനും പുറത്തു കൊണ്ടു ചേട്ടൻ. അങ്ങനെ ചേട്ടനെ പറ്റി 2 വാക്ക് പറഞ്ഞു. ചേട്ടൻ അടിപൊളിയാണ്. എനിക്ക് മീൻസ് വേറെ ആർക്കും ഇങ്ങനത്തെ ബ്രദറിനെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്രയും ഫ്രീഡം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ടതിൽ തൊട്ട് പണ്ടത്തെ ഫ്രണ്ട്സിന്റെ കണ്ടതിൽ വെച്ച് അവരൊന്നും ചേട്ടന്മാരിങ്ങനൊന്നും അല്ല. എന്റെ ഇത് ഞാൻ എന്ത് പറഞ്ഞാലും അതിനോക്കെയാണ്. പുള്ളി അടിപൊളിയാണ്. അതെ, വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ? വീട്ടിലെല്ലാവരും ഒന്നിനൊന്നും സപ്പോർട്ടാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ട്, ചേട്ടൻ അമ്മ വലിയ സപ്പോർട്ട്. അച്ഛൻ ചങ്കല്ലേ? അതെ. അച്ഛനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചന്ദനയുടെ അച്ഛനെ വിളിക്കാൻ പോകും. എന്തൊക്കെ പറയോ? വീഡിയോ കോൾ നോക്കട്ടെ. അടുത്ത ഹായ്. അച്ഛൻ ഡ്രൈവിലാണ്. ചന്ദനയുടെ അച്ഛ ഹായ്. ബായ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് വിളിച്ച ഒരാള് ബായ് പറയുന്നത്. അച്ഛനെ കണ്ടതിൽ ഞങ്ങളിപ്പം വിളിച്ചത് എന്തിനാന്നറിയാവോ? ഒരു സമയത്തൊക്കെ ചവിട്ടി താത്ത അഞ്ജന ഇപ്പൊ ഒരു ഇന്റർവ്യൂ ചാനലിൽ വന്നിരിക്കുക. അപ്പൊ അച്ഛനൊക്കെ അതുപോലെ സപ്പോർട്ടാന്ന് പറഞ്ഞു. അല്ല, ആദ്യം ശരിക്കും അവള് പറഞ്ഞതിൽ കുറച്ച് തെറ്റുണ്ട്. ആദ്യം ഞങ്ങൾ എല്ലാ അച്ഛനും ആങ്ങളെയും പോലെ ബ്രദറും പോലെ ഞങ്ങൾ ആദ്യം അവളെ പോണ്ട അങ്ങനെ ചെയ്യണ്ട പറഞ്ഞിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നപ്പോ പിന്നെ നമ്മൾ സപ്പോർട്ടായി. ഇപ്പൊ ഞാൻ പ്രൗഡ് ഓഫ് കരയല്ലേ അവള് കരയൂ കേട്ടോ. എന്ത് വേണം അച്ഛാ, എന്നാലും ഇങ്ങനെ മെസ്സേജ് അയച്ച് പൊക്കി അടിക്കലൊന്നും പറയില്ല, നാണം കേടാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മള് കുറെ വർഷമായിട്ട് ഞാൻ പുറത്താണ്. ചന്ദനയെ പറ്റി 2 വാക്കൊന്ന് പറഞ്ഞു പ്രേക്ഷകരോട്. ചന്ദന അവള് ശരിക്കും പറഞ്ഞാല് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉയർന്നു വന്നൊരു കുട്ടിയാണ്. പിന്നെ അതിൽ ഇന്നത്തെ എന്തെങ്കിലും ക്രെഡിറ്റ് പോകുന്നുണ്ടെങ്കിൽ അവളേക്ക് അമ്മയ്ക്ക് മാത്രമായിരിക്കും. കാരണം വെച്ചാൽ അമ്മ ഒരുപാട് ആൾക്ക് വേണ്ടി ചെറുപ്പത്തിലേ തുടങ്ങിയ സ്റ്റേജുകളിൽ കൊണ്ടുനടക്കലും പൈസ ഒരുപാട് ചെലവാക്കി മേക്കപ്പ് കാര്യങ്ങൾ ഇടുമ്പോഴും എന്നോട് അറിയിക്കാതെ എന്നോട് പറയും അധികം പൈസ ഒന്നും ആയിട്ടില്ല, ഇത്ര ആയിട്ടുള്ളൂ എന്ന് പറയും. എന്നാലും അമ്മ അതിനെ കൊണ്ടുനടന്ന് അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ മോളിൽ കൂടെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അഭിമാനമല്ലേ? പിന്നെ ഞാൻ ഒരുപാട് പ്രൗഡ് ചെയ്യുന്നു അവളുടെ പേരിൽ. ഐ പ്രൗഡ് ഓഫ് ഹർ. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടി. ചങ്കേ, ഓക്കെ, താങ്ക് യു. കാണാം. എന്നാ വേണോ ഇതുപോലൊരു ഫാമിലി? അതൊക്കെ ഭയങ്കര ഒരു അഭിമാന നിമിഷം കേട്ടോ. എനിക്ക് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഭയങ്കര ഇങ്ങനെ ഒരു ചേട്ടന് അമ്മ ഇതുപോലെ മറക്കാൻ പറ്റാത്ത അശ്വതി ഉണ്ടല്ലേ? അശ്വതി, പിന്നെ അമല്, അശ്വതി, ഇവരാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത്. വല്ല വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വിളിക്കും. എനിക്ക് എന്താന്നൊക്കെ 2 തെറിയൊക്കെ പറയാൻ. അശ്വതി വിളിച്ചിട്ട് നല്ല തെറി പറയും. നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ, എന്റെ അടുത്തേക്ക് വാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു. നിങ്ങൾക്ക് പരസ്പരം കുശുമ്പ് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ? അതില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നേ. കാരണം ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നേ ഇതൊക്കെ ബ്രേക്ക് ആയി പോയനെ. ആരെങ്കിലും പിരിക്കാൻ നോക്കിയിട്ടുണ്ടോ നിങ്ങളെ? ഇഷ്ടം പോലെ പേര് അവളുടെ നെഗറ്റീവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമല്ലോ, ആ പേര് പറയുന്നില്ല ഞാൻ അങ്ങനെ. അപ്പം ഞാൻ പിന്നെ അവളോട് തന്നെ സംസാരിക്കും. ഇടയ്ക്ക് ഞങ്ങൾ ക്ലാഷ് ഒക്കെ ഉണ്ടായി ഞാനവളും. അപ്പം അതെന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. മീൻസ് എനിക്ക് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങോട്ട് പോകേണ്ടി വന്നു. കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അങ്ങനെ പുള്ളിക്കാരി ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ച് പുള്ളിക്കാരി പോക്കെയാണ്. ഞാനപ്പോൾ അടുത്ത മാസം ചെല്ലും. അങ്ങനെ ഞങ്ങൾക്ക് പൊളിക്കണം. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പം വേർപിരിയാത്ത ബന്ധങ്ങളല്ലേ? അതെ അതെ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആരൊക്കെ എതിർത്താലും വേർപിരിയാത്ത ബന്ധങ്ങളുണ്ട്. അതാണ് അശ്വതി, ചന്ദനെ.
അപ്പൊ ആളെ ലൈഫിൽ കിട്ടിയത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ? എനിക്ക് അവളാണ് എൻ്റെ കുറേയൊക്കെ ഇൻസെക്യൂരിറ്റീസ് അവളാണ് എന്നെ കളഞ്ഞത്. ഞാനിങ്ങനെ അവളുടെ അടുത്ത് പറയടി ഇങ്ങനെ ഭംഗിയില്ലാത്തതുകൊണ്ടാണോ തടിയുള്ളതുകൊണ്ടാണോ തെറി പറഞ്ഞ് എന്നെ കൊല്ലുവള്. കാരണം എടി നിന്നോട് ആരും ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ അങ്ങനെ പറഞ്ഞിരുന്നത്, അങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ. പിന്നെ ഫൗസ്റ്റീന എന്ന് പറഞ്ഞ കൂട്ടുകാരത്തിൻ്റെ ഡാൻസ് കളിക്കുന്നതാണ്, അവളും എൻ്റെ അടുത്ത് കുറേ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി തരാറുണ്ട്. ഇപ്പൊ പുള്ളിക്കാരി LLB പഠിക്കുന്നു, ഇപ്പം കാണാറൊന്നുമില്ല. പക്ഷെ എന്നാലും അവളും എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. ബാംഗ്ലൂർ ഫുള്ള് ഫാൻസുകാരാണോ? ബാംഗ്ലൂര് അങ്ങനെയല്ല, 2-3 പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ആരാധകരെ കൊണ്ടങ്ങ് തോറ്റാ. അതെ അതെ. പിന്നെ മിക്കതും ഇങ്ങനെ കാണുമ്പോ അവർക്ക് ഷൈ ആയിരിക്കും, പക്ഷെ അവരിങ്ങനെ ചന്ദന എന്നൊക്കെ പറയും. ഞങ്ങളൊക്കെ പോകുമ്പോ അശ്വതി അങ്ങനെയൊക്കെ പറയും. വന്ന് ചോദിക്കാൻ ഷൈനെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എത്ര നെഗറ്റീവ് കമന്റ്സ് വന്നാലും ചന്ദന ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുണ്ട്, കുറെ ഉണ്ട്, കുറെ ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് മെസ്സേജും ചേച്ചി കാണണം എന്നൊക്കെ പറഞ്ഞു. പൊന്നെ ചേച്ചി മീറ്റ് ചെയ്യണമെന്നേ. അതെ അതെ. പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എത്ര പറ? അയ്യോ അത് തള്ളായി പോകും. ഒരു തള്ളു. പക്ഷെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ അതിന്റെ ഒരു സ്പിരിറ്റിൽ എടുക്കുള്ളൂ, വെറുപ്പിക്കൊന്നുമില്ല. ഇപ്പോഴും ചന്ദന സിംഗിൾ ആണെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഫാൻസുകാർ പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളത്? അയ്യോ സിംഗിൾ ഒന്നല്ല, ഇപ്പം കമ്മിറ്റഡ് ആണ്. ചന്ദന ചതിച്ചടാ, കമ്മിറ്റഡാ. ചന്ദന ചതിച്ചാ? ഇപ്പൊ കമ്മിറ്റഡ് ആണ്, സെറ്റായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നടന്നു. ഇത്രയും കാലം ഓരോരുത്തന്മാര് പുറകെ നടന്നു. വിട്ടേക്ക് പാവം, അവർക്ക് ഒരാൾ സെറ്റായിട്ടുണ്ട്. ആള് ഭയങ്കര സപ്പോർട്ടാണോ? അയ്യോ പുള്ളിയാണ്. എനിക്ക് ആങ്സൈറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി വന്നപ്പിന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ട് പോലുമില്ല. കാരണം എനിക്ക് നൈറ്റൊക്കെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റൊന്നുമില്ല. ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഇപ്പം നൈറ്റ് കഴിക്കുന്ന മെഡിസിൻ ഒന്നും ഞാൻ കഴിക്കുന്നില്ല. ഉറങ്ങാതിരിക്കുന്ന അസുഖമാണോ? ഉറങ്ങാണ്ടിരിക്കുന്ന ഞാനും ഉറങ്ങത്തില്ല രാത്രി, ഇരുന്ന് കരയുന്ന രാത്രി. ചുമ്മാതിരുന്നോ? ഓരോന്നിങ്ങനൊക്കെ ആലോചിച്ചിട്ട്. ഇത് പണിയാണ്. പറയാ ഇല്ല, ഇങ്ങനെ വട്ടൊന്നുമില്ല. ഞാൻ ആങ്സൈറ്റിയുടെ പ്രശ്നം, പെട്ടെന്ന് പേടിയാവും, പെട്ടെന്ന് സങ്കടം വരും. അപ്പം അശ്വതി ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. ചങ്കു കൂട്ടിയാലേ അശ്വതി ഒന്ന് വിളിക്കുക. ഇവിടെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയാം. തെറി ഒന്നും പറയാണ്ടിരുന്നാൽ മതി. ചന്ദനയോടെ കട്ടക്ക് റീൽ ചെയ്യുന്ന ചങ്ക് തന്നെ അശ്വതി. ഹലോ ഹലോ. ഹലോ അശ്വതി, നമസ്കാരം. വെറൈറ്റി മീഡിയ ചാനലിൽ നിന്നാണേ. ഹലോ. അശ്വതി, ചന്ദന വന്നിട്ട് അശ്വതിയെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ്? അവള് എന്നെക്കാട്ടി ലുക്കാ എന്നൊക്കെ അവള് കുറെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവൾ എന്റെ ഫാൻസുകാരെ തകർക്കാൻ നോക്കുക. ചന്ദനെ പോലുള്ള ഫ്രണ്ടിനെ കിട്ടിയതിൽ എന്തോ പറയാനുള്ള അശ്വതിക്ക്? അടിച്ചോ പൊക്കി അടിച്ചോ, ഒരു വിഷയമില്ല, അടിച്ചോ. ചന്ദനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് സന്തോഷമുണ്ട്. അവളെന്താണ് വായിക്കുന്നത്? പിന്നെ ഒന്നുമില്ല, നല്ലതാ. എന്തോ നല്ലതാണ്? എന്തുവാ? വേർക്കും കിട്ടിയില്ലല്ലോ, പിന്നെ പറഞ്ഞില്ലല്ലോ, നല്ലതാ. ചന്ദന ഇപ്പം നമ്മളോട് പറയുമായിരുന്നു അശ്വതി ഒറ്റ ഒരാൾ അവളിപ്പം നിൽക്കാൻ കാരണമെന്ന്. ഇവിടെ അതുപോലെ സപ്പോർട്ടാണ്. നീ പിന്നെ തെറിവിളിയൊക്കെ കുറയ്ക്കണം, മോശം കേട്ടോ കൊച്ചി, എന്നും കരച്ചില്ല. ഇവള് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ മടിയാണോ? അവൾക്കല്ലേ? മടിയാ അല്ലേ? അപ്പൊ അശ്വതി ഉള്ളോണ്ട് നിന്റെ മടി മാറുന്നേ. അതെ അതെ. ഏതായാലും അശ്വതിയുടെ ഫാൻസുകാരെല്ലാരും ഉണ്ട് കേട്ടോ, ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണേലും നമുക്കൊരു ഇന്റർവ്യൂവിന് ഇരിക്കാം. ഈ ഒരു സൗഹൃദം സന്തോഷമായിട്ട് തന്നെ പോട്ടെ. വേറെ എന്തെങ്കിലും ചന്ദനെ പറ്റി പറയാനുണ്ട്? ഇപ്പം പറഞ്ഞോ? ഇല്ല, ചന്ദന നല്ലതാ. ഓക്കെ, താങ്ക് യു. ഇത് നീ സ്ക്രിപ്റ്റ് അല്ലേ? നീ അവളോട് മെസ്സേജ് അയച്ചു എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇല്ലില്ല, ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇൻട്രോവേർട്ടാണ് പുള്ളിക്കാരി, അതാണ്. ആള് ഭയങ്കര ദേഷ്യവാ? ദേഷ്യമൊന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയും സാരില്ല പോട്ടെ എന്നൊക്കെ പറയും. തമിഴ് ഫാൻസുകാരൊക്കെ ഉണ്ടോ? ഉണ്ട്, കുറെ ഉണ്ട്. മലയാളി ഫാൻസ് തമിഴ് ഫാൻസ് തമ്മിലുള്ള വ്യത്യാസം എന്തോ നീ മനസ്സിലാക്കിയത്? അത് പറയുകയാണെങ്കിൽ പൊങ്കാല വരും. പറഞ്ഞോ. മലയാളി ഫാൻസ് ആണെങ്കിൽ എന്താണ്,
നെഗറ്റീവാണ് ഇപ്പം മെയിനായിട്ട് അവരുടെ ക്ലീഷേ കമന്റ്സ് ആണ് ഇപ്പൊ വന്നിടുന്നത്. എന്താണ് ഒരു അലമ്പായിട്ട് ഇപ്പൊ ആരും തമിഴ് ആണ് കൂടുതൽ എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിക്കതും. മലയാളത്തിൽ അങ്ങോട്ടില്ല, ഫുള്ള് ഹേറ്റ്സ് ആണ്. പിന്നെ കുറച്ച് കുട്ടികളുണ്ട് സ്നേഹിക്കുന്നത്, അവര് വന്നിട്ട് ചേച്ചി നല്ല വീഡിയോ ആണ്, സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ടെന്നൊക്കെ പറയാം. നമുക്കിനി ഒരു ഗെയിമിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് നവരസങ്ങൾ പറയും, അത് നീ എക്സ്പ്രഷനിലൂടെ കാണിക്കണം. അയ്യോ, ചന്ദനയുടെ നവരസങ്ങൾ ഇത് നോക്കിയാൽ കാണിക്കുക. കമോൺ, ആദ്യം തൊട്ട് പറഞ്ഞു കാണിക്കണേ. ശൃംഗാരം അല്ലേ, കറക്റ്റ് അല്ലേ? ബോളിവുഡ് എന്റെ മോനെ. കരുണ, അത് കറക്റ്റായി. വിഷയം വീരം. കുറച്ചുകൂടെ ചിരിക്കല്ലേ, നമ്മൾ സീരിയസ് ആയി. രൗദ്രം. അപ്പൊ വീരം എന്നിട്ടാണ് രൗദ്രം ദേഷ്യമുള്ള വീരം കാണിച്ചേ. രൗദ്രം. ഹാസ്യം. ഭയാനകം. ഇത് ഇവള് നീ ഇങ്ങനല്ല വീഡിയോ കാണിക്കുന്നേ. വീഡിയോയില് സീനല്ലേ. അടുത്തേ ബീബൽസോ. എന്നിട്ട് അത്ഭുതം. ഓ എന്നെ ഞെട്ടല്ലോ എന്റെ ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഇങ്ങനെയാണോ നീ അത്ഭുതം? അതെ, പെട്ടെന്ന് അത്ഭുതം. അടുത്ത് ശാന്തം. അത് കറക്റ്റല്ലേ? അത് വേണ്ടേ, കറക്റ്റാണല്ലോ. അയ്യപ്പനെ കാണില്ല കേട്ടോ. കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഒരുവിധമല്ല സീനില്ലാതെ ഒപ്പിച്ചെടുത്തല്ലേ? ഒരു 99% നല്ലൊരു കൈയടി. ഇനി നീ തന്നെ കണ്ടുപിടിച്ച കുറച്ച് ഭാവങ്ങൾ ഇട്ടെ, കാണിക്ക. പുച്ഛ. അടുത്തേ പിന്നെന്തിട്ടാണ്? അത് പോടി. എനിക്കതാ. അടുത്തേ സാധനം പറ. ഇതൊന്നും ഇട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു പാട്ട് ഇട്ട് കൊടുക്കും. ചന്ദന അതിന് നമ്മളെല്ലാരും കാത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഇടും. കമോൺ. ഓക്കെ, കൊള്ളാം കേട്ടോ, അടിപൊളി എക്സ്പ്രഷൻ വരുന്ന വിഷയമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കളിക്കാൻ വന്ന ഗെയിം എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറച്ച് സിനിമാ പേരുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ ആദ്യം ചന്ദനയ്ക്ക് കൊടുക്കും. ചന്ദന ആ സിനിമാ പേര് എക്സ്പ്രഷൻ ഇട്ട് ഞാൻ അപ്പോൾ സിനിമയുടെ പേര് പറയണം. ഓക്കെ, ഇന്ന് ഇതിലേതിലും ഒരെണ്ണം എടുത്തു. ഐശ്വര്യമായിട്ട് അങ്ങനെ എടുക്കുക. അതെ. തുടങ്ങിക്കോ. എളുപ്പമാണോ? തുടങ്ങിയോ? പക്ഷെ എനിക്കിത് ഇത്ര നടനൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ആ സിനിമ നീ കണ്ടുണ്ടോ? ഇല്ല, പക്ഷെ കേട്ടോ. പേരെന്തോ സിനിമയുടെ? അത് ഞാൻ പറഞ്ഞുതരാം. ചിറക്, പറക്കുക, തളിക, പറക്കം തളിക, ചെറുത്. ചെറുത് വാക്കാണോ അതിന്റെ അകത്തുള്ളേ? അല്ല, ചെറുത് പറക്കണം. എന്നിട്ടാ കാക്ക ചെറുതോളൂ, പറക്കുന്ന സാധനമാണോ? പറന്നൊക്കെ കിടക്കുങ്ങനെ. ചീവീടല്ല, ഭംഗിയുള്ളത് കുറച്ച്. തത്ത. ഈ കുഞ്ഞു സാധനം പറഞ്ഞു കിടക്കുന്നത് ഇങ്ങനൊക്കെ വന്നിങ്ങനെ സാധനം പിടിക്കും. ചെറുത് പറക്കണം ആലോചിക്ക്, നല്ല ഭംഗിയുള്ളത്. ഇങ്ങനെ പറക്കും. തുമ്പി. തുമ്പി. അടുത്ത പറ. അതാണ് ലാസ്റ്റത്തെ. തുമ്പി. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് കിട്ടിയാ മതി. എനിക്ക് തോന്നുന്നത് ഫ്ലോപ്പാ, എനിക്ക് പറയാൻ പറ്റൂല. കാണിക്ക്, എന്തെങ്കിലും കൊണ്ടേ കാണിക്ക്. എക്സ്പ്രഷനും ഇല്ല. നല്ല പാടാണ്. ഞാൻ ഒന്ന് ഓർക്കട്ടെ. തുമ്പിയല്ലേ? അതെ, തുമ്പി. പറയട്ടെ? അതെ, പറഞ്ഞോ. കിന്നാരത്തുമ്പി. അതല്ല, തൂവാനത്തുമ്പി. ഓ എന്റെ മോനെ. എടാ കൈയടിക്കും. ഞാനെങ്ങനെ കാണിക്കും? അടുത്ത ഞാൻ എടുക്കുവാണേ. തൂവാന ഞാൻ കാണിക്കും. അടുത്ത ഞാനല്ലേ കാണിക്കുന്നേ? അല്ല, അടുത്ത എന്തുവാ? ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. അതൊന്ന് കാണണം.
ചന്ദ്ര റെഡിയാണോ? ആ ഓക്കെ. ആരെ സിനിമ? കാന്താരയാണ്. ഓ എന്റെ മോളെ, എടാ ഇവക്ക് ഒരു സമ്മാനം എടുത്ത് കൊടുക്കണം. എന്നാ ഐറ്റം. എനിക്ക് മനസ്സിലായി. എന്റെ അഭിനയം എങ്ങനെയുണ്ടീ? കിടുക്കനാണ്. സിനിമ കിട്ടും എനിക്ക് ഉറപ്പാണോ? ആ അടുത്ത് ഏതാ? ഞാനാണ്. ഞാൻ എടുത്ത അങ്ങോട്ടാണല്ലോ ഇട്ടതാ. ഇത് കണ്ടിട്ട് ഇത് കൊള്ളാം കേട്ടോ. കമോൺ. 3 അക്ഷരം. മൂന്നാമത്തെ. ആ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും കുറെ. ആൽമരം. മരം. വൃക്ഷം. തടി. മരത്തിന് വേറെയോ? ഞാൻ പറയണോ? അടുത്ത വാക്ക് പറ. 3-ല് മൂന്നാമത്തെ വന്ന് അടുക്കത്തെ പറ. മാമ്പഴക്കാലം. മാമ്പഴം. അത്രേ ഉള്ളു സിനിമ. മാമ്പഴത്തിന്റെ വേറെയോ? പോട്ടെ, അടുത്ത പറ. മറ്റേത് പുളി. ഇത് വേറെ സാധനമാണ്. ഇത് അത് അച്ചാറ്. ഇത് വേറെ. ഉപ്പ്. മരം. പിന്നെ വേറെ. ഇംഗ്ലീഷ് ആണോ? സോൾട്ട്. സോൾട്ട് മാങ്കോട്രി ആണോ? ഇതൊക്കെ സിമ്പിള് കൊണ്ട് താണ. സിമ്പിള്. ഇത്ര പാടുള്ളത്. അടുത്ത്. ആ ഇത് പൊളിക്കുന്നേ. കുഞ്ഞ്, കൊച്ച്, ബേബി, ചെറുത്, കുഞ്ഞി, കൊച്ച്, ചെറുത്, കുട്ടി, കരയണ്, ഭൂതം. വേറെ എന്തെങ്കിലും കാണിച്ചേ? ദേഷ്യം, ഭൂതം. കുട്ടിച്ചാത്തനാണോ? കുട്ടിച്ചാത്തൻ. കുട്ടി. കുട്ടിച്ചാത്തൻ കറക്റ്റാണ്. എന്റെ നീ എന്നും വിളിക്കുന്ന ഒരു തെറിയ. മൈഡിയർ കുട്ടിച്ചാത്തൻ. അപ്പൊ ഗൈസ്, ഞങ്ങൾ അതുപോലെ അഭിനയ സിംഹങ്ങളായതുകൊണ്ട് ഞങ്ങളെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. ഗെയിം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ ചന്ദനക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ആഗ്രഹം എന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന്. ചന്ദന കമോൺ ചെയ്തോളി. ഞാൻ അതിലൊന്നും പറയത്തൊന്നുമില്ല. എന്നെ പ്രപ്പോസ് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാ നിനക്ക്? ചേട്ടൻ അടിപൊളിയാണ്, നല്ല കമ്പനിയാണ്, ജാടയൊന്നുമില്ല. ഇത്രയല്ല നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ ചന്ദന ശീലമൊന്നുമില്ല, ആദ്യമായിട്ടോ. എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞേ. എക്സ്പ്രഷൻ വേണോ? കല്യാണം കഴിക്കാൻ തയ്യാറാണ്. നീ നിന്നെ പറ്റി പറയണം. ഞാൻ ചന്ദന. ഹായ്, ഞാൻ ചന്ദന. വീട് അറിയാലോ എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ പത്തനംതിട്ട. പത്തനംതിട്ടയാണോ? ഞാൻ അങ്ങോട്ടൊക്കെ വരാം, അമ്മനൊക്കെ കാണാം. ഞാനും അമ്മയെ കാണാൻ വരാം. അതെല്ലേ? അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. ഇഷ്ടമായോ? ഇഷ്ടമായി. എന്നെ ഇഷ്ടമായി. പോരുന്നു എന്റെ കൂടെ? അതെ, പോരാ. താങ്ക് യു. ഇത് അഭിനയമാണ് കേട്ടോ. ആൾക്ക് നല്ലൊരു റിലേഷൻ ഉണ്ട്. ഞാൻ കാരണം എന്റെ പൊന്നെ. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് വെറും അഭിനയം മാത്രം. ചെയ്ത വീഡിയോയിൽ ഏറ്റവും റീച്ച് പോയ വീഡിയോ ഏതാ? അല്ലെ എത്ര റീച്ച് പോയിട്ടുണ്ട്? എനിക്ക് ടിക്ടോക്കിലായിരുന്നപ്പോ 64 മില്യൺ വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റീൽസിൽ വന്നപ്പം ടോപ്പിൽ നിൽക്കുന്നത് 12.4 മില്യൺ. എത്ര രൂപ വരുമാനം ഉണ്ട് ഇപ്പം? എനിക്ക് അത് ഡെയിലി ഇപ്പം ഒരു 10K അങ്ങനെയൊക്കെ വരും ഡെയിലി, ചിലപ്പോക്കെ. പിന്നെ 1 lakh അങ്ങനെ ഉണ്ട്. ഇപ്പൊ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു ഫെയിമില് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിൽ വെച്ച് നോക്കുമ്പം എനിക്ക് നെഗറ്റീവാണുള്ള മറക്കാൻ പറ്റാത്ത. അത് പറയണോ? പറയല്ലേ? പിന്നെ അത് ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്ര എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരിലും. ഇതെത്തും. കമോൺ. അതെ, ഞാൻ LKG തൊട്ട് പഠിച്ചിരുന്ന സ്കൂളാണ്. അപ്പം ടീച്ചേഴ്സിനെ എല്ലാവർക്കും എന്നെ അറിയാം. കാരണം ഞാൻ ഡാൻസിനൊക്കെ പോകുന്നതാണ് അവിടുന്ന്. ആ സ്കൂളിൽ നിന്ന് ഞാനാണ് പോയിരുന്നത്. ഈ CBSE. അതെ അതെ. പ്രൈസും മേടിക്കാറുണ്ട്. അപ്പം അപ്പോഴൊക്കെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഒരു 8th 9th ഒക്കെ ആ ഒരു ഇതില് എന്താണ്
ഒരു ടൂർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ സാൻഡിൽസ് ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് അലർജി വന്നപ്പോൾ ഞാൻ സാൻഡിൽസ് ഇട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും LKG to +2 വരെയുള്ള പിള്ളേരെ ഇങ്ങനെ നിർത്തിയേക്കായിരുന്നു, ഒരു അസംബ്ലി ലൈൻ പോലെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോവുള്ളൂ. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പം പ്രിൻസിപ്പൾ ചെക്കിങ്ങിന് വന്നപ്പം എന്നെ കണ്ട് ചെരുപ്പിട്ടവരെല്ലാവരും വിളിക്കുന്നുണ്ടായി. എന്നെ ഇങ്ങനെ വിളിച്ച് അപ്പം എന്താണ് കാരണം ചോദിച്ചപ്പോൾ ഞാൻ കാരണം പറഞ്ഞപ്പം ഇതൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഷൗട്ട് ചെയ്ത്. അപ്പം ക്ലാസ് ടീച്ചർക്ക് ഓൾറെഡി അറിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരും അവിടെ നിന്ന് മുങ്ങി. പുള്ളിക്കാരനെ ഞാൻ ആ ദേശത്തെ കണ്ടിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ ടൈമിൽ കുത്തിയിട്ടുണ്ടായി, സെക്കൻഡ് സ്റ്റെഡ് ഉണ്ടായി. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഈ മൂക്കുത്തി ഇതൊക്കെ ആര് ഇടാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വൾഗറായിട്ടുള്ള സംസാരത്തിൽ സംസാരിച്ചെൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്. സൈലൻസ് ആയിരുന്നു. എല്ലാവരും കേട്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഇങ്ങനെ ഈ ഇയറിൽ പിടിച്ചിട്ട് എന്നെ വലിച്ച് സ്റ്റേജ് മുക്കി ഇട്ട്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനല്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. അവിടെ അത്രയും നാളെ എനിക്ക് സപ്പോർട്ടായിരുന്ന ടീച്ചേഴ്സ് ഒരാളെ ഞാൻ കണ്ടില്ല. എന്നെ കരഞ്ഞിട്ടിരിക്കണം, എന്നെ വന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരാളെ ഞാൻ കണ്ടില്ല. ആ കരഞ്ഞിരിക്കണം എന്നെയും കൊണ്ട് ഒരു ടൂർ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, കാരണം ഇങ്ങനെ ഞാൻ ടൂർ പോകാൻ. ആ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുടി അഴിച്ച് കെട്ടിച്ച് സ്റ്റൈലിൽ കെട്ടിയെന്നും പറഞ്ഞിട്ട് കരഞ്ഞിരിക്കണം എന്നെ കൊണ്ട്. നാണം കെടുത്തി ഫുൾ അലമ്പാക്കി. നീ പഠിച്ചത് ജയിലിൽ വല്ലതായിരുന്നോ അതോ സ്കൂളിൽ? ജയിലായിരുന്നു. എല്ലാവർക്കും ജയിലാണ്, എല്ലാവർക്കും തുറന്നു പറയാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ പറയും, കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. കാരണം പിന്നെ തൊട്ടാണ് ഫ്രണ്ട്സൊക്കെ എന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയത്. ആരും മിണ്ടണമൊന്നുമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ്. ഒറ്റയ്ക്കാവുന്ന ഒരു അവസ്ഥ ഭയങ്കരമല്ലേ? ഭയങ്കര ശോകമാണ്. പക്ഷെ എൻ്റെ ഫാമിലി ഉള്ളതുകൊണ്ട് എന്നെ അത്രയും ഒന്നും എത്തിച്ചിട്ടില്ല. അമ്മയാണെങ്കിലും വന്നിരുന്നു മോനെ നീ കരയണ്ടെന്നൊക്കെ വന്നിരുന്നു എൻ്റെ അടുത്ത് പറയും. അതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതിൽ കാര്യമില്ലല്ലേ? ഇല്ല, നമുക്ക് ഒരാൾ മതി നമ്മളെ മനസ്സിലാക്കുന്ന 1-2 പേര് മതി. അതും ഫാമിലിയും തന്നെ ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നീ ഏറ്റവും ഭാഗ്യവതി തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. എന്നാലും ഒരു ലക്ഷ്യം കാണുമല്ലോ, എനിക്ക് ഇന്നത് എത്തണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വീട്ടില് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്. എനിക്ക് സെറ്റാക്കി എടുക്കണം. പിന്നെ അച്ഛൻ കുറെ നാളായി ഗൾഫില്, അച്ഛനെ നാട്ടിൽ കൊണ്ടുവരണം. അതെ, അതാണ് മെയിനായിട്ട്. കാരണം അച്ഛനായിട്ട് ഇങ്ങനെ ഒരു കുറെ നാളൊന്നും ഞങ്ങൾ സ്റ്റേജും ചെയ്തിട്ടൊന്നുമില്ല. എത്ര വയസ്സുണ്ട് എനിക്കോ? എനിക്കിപ്പോഴും 18. ഫസ്റ്റ് റിലേഷൻ ടോക്സിക് ആയതാണ്. ഞാൻ തേച്ചു. അത് ഞാനൊരു 4 വർഷമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 4 വർഷം? അത് സ്കൂൾ പ്രായത്തിൽ ഉണ്ടായിരുന്ന, പക്ഷെ അതൊരു 1.5 വർഷമൊക്കെ അത്. അന്നത്തെ ആ റിലേഷൻ സമയത്ത് നീ ഫെയിം ആയിരുന്നോ അതോ സാധാരണ? ഫെയിം ആയിട്ടുണ്ട്. ഞാൻ ടിക്ടോക്കിൽ ഇച്ചിരി ഫെയിം ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റീൽസിലും ഇച്ചിരി ഫെയിമൊക്കെ ആയിരുന്ന ടൈമിൽ ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കായിരുന്നു, ഭയങ്കര ടോക്സിക് ആയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി ഡിപ്രസ്ഡ് ആയത് എന്നെ പിന്നെയും ഡിപ്രസ്ഡ് ആക്കിയായിരുന്നു കൂട്ടി. അത് മീൻസ് ഞാൻ ഇപ്പം അതാലോചിക്കുമ്പം അവൻ്റെയും പ്രായം അതായിരുന്നു. അതെ, ഒരു മെച്യൂരിറ്റി ഇല്ലാണ്ട് കാണിച്ചതായിരിക്കും. ഞാൻ പിന്നെ അതങ്ങനെ ഹെയ്റ്റ് ഒന്നുമില്ല, അങ്ങനെ വിട്ടു. അപ്പൊ അടുത്തൊരു ഗെയിമിലോട്ട് നമ്മൾ പോവാണ്. ചന്ദനെ, ഞാനൊരു അക്ഷരം പറയും. അപ്പൊ നീ ആ അക്ഷരത്തിൽ മാത്രമേ പിന്നെ സംസാരിക്കാവുള്ളൂ. ഇപ്പം ഉദാഹരണം ഇപ്പൊ ചാ എന്ന് പറഞ്ഞൊരു അക്ഷരം പറയുമ്പോ നിന്റെ വീട് എവിടെ, അത് ഫുള്ള് ചായയിലായിരിക്കണം തുടക്കം. പറയട്ടെ? ഓക്കെ. നമ്മുടെ ആദ്യത്തെ അക്ഷരം ചാ. പേരെന്തുവാ? ചന്ദന. എവിടുന്ന് വരുന്നു? ചാലക്കുടി. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? ചിക്കൻ. ഓ എടാ, വീട്ടിലാരൊക്കെയോ ഉണ്ട്? ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. വീഡിയോയിൽ എത്ര വ്യൂസ് കയറിയിട്ടുണ്ട്? പറയാൻ വാക്കുകളില്ല. അതെ, ഞാനിപ്പോ ചൊറയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്തുവാ? ചോറ്. ഇഷ്ടപ്പെട്ട ഡ്രസ് എന്തുവാ? നല്ലപോലെ തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കാം. ഊ വെച്ചിട്ട്. പേരെന്തോ? ഉണ്ണി. സ്ഥലം എവിടെയാ? ഉണ്ണിപ്പാറ. കല്യാണം കഴിച്ചാണോ? ഉണ്ട്. എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഉണ്ട്, 2 കഴിച്ചായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ കഴിച്ചേ? ഉണ്ട്. എത്ര ഉണ്ട കഴിച്ചു?
ഉണ്ട കഴിച്ചു. പിന്നെ ചോദിക്കുക ഇത്രയും മതി. അതെ അതെ, ഇന്റലിജൻസ് ജയിച്ചിരിക്കുന്നു. അപ്പം ചന്ദന കഷ്ടപ്പാടിൽ കൂടെ വന്നു, ഇന്ന് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു ട്രാൻസിഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പോൾ ഇനി ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നമ്മളെ കാണുന്ന പ്രേക്ഷകരൊക്കെ ചന്ദനയുടെ വീഡിയോ കാണുന്നതാണ്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വീഡിയോയിൽ എക്സ്പ്രഷൻ ഇടുന്ന ഒരു വ്യക്തിയല്ല നേരിട്ട്, കട്ട കമ്പനി തന്നെ കേട്ടോ. എല്ലാരും ജാടെന്നാണ് പറയാൻ, പക്ഷെ ഞാൻ പാവല്ലേ. അതെ അതെ. അപ്പം ഒരു സമയം കൂടെ നമ്മൾ തരുന്നു നെഗറ്റീവ് പറഞ്ഞവരോടും അല്ലെ പണ്ടൊക്കെ പുച്ഛിച്ച് തള്ളിയവരുടെ മുന്നിൽ ഇപ്പം പറയാനുള്ളത് നമുക്ക് പറയാം. ചന്ദനയ്ക്ക് എനിക്ക് എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പം എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആരെയും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, ബുള്ളിങ് ചെയ്തിട്ടില്ല, ബോഡി ഷെയിം ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനിക്കുണ്ട്. അപ്പം നിങ്ങളും അത് മീൻസ് ബുള്ളി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമാവും, അങ്ങനെയൊക്കെ വിചാരിച്ച് വേണം ഓരോന്നും പറയാൻ. മേ ബി എന്നെപ്പോലെ ഉള്ളവർ ഉണ്ടാവും, അവരത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമാവും, ഡിപ്രസ്ഡ് ആവും. പിന്നെ അവരുടെ അമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ ചേർത്ത് പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല അല്ലേ? അതെ അതെ, ഫാമിലിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ അത്. ചില ആളുകൾ പറയും ഗേൾസിന് വൈറലാകാൻ ഭയങ്കര എളുപ്പമാണ്, ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ബോഡി കാണിച്ചാൽ മതി, ഇങ്ങനെ ബോഡി കാണിച്ചാൽ എത്ര ലൈക്ക് വേണം, ഒരു ഗേള് വിചാരിച്ചാല് കൊറേ ലൈക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ പറയുന്നത് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനത്തെ മൈൻഡ് സെറ്റ് കൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അപ്പം അത് വേറെ ചെയ്യുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ് അങ്ങനെ ചെയ്യുന്നത്. വന്ന കമന്റ്സിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു കമന്റ്സ് എന്തുവാ? അച്ഛനെ അമ്മനെയൊക്കെ പറയുന്ന കമന്റ് ഉണ്ട് കുറെ, അങ്ങനെ മോശമായിട്ട് പറയുന്ന കമന്റ്സ് ഉണ്ട്. അവര് പഠിപ്പിച്ചു വിട്ടതാന്നൊക്കെയോ? അല്ല, അതിലും വൾഗറായിട്ട് ഈ മോശമൊക്കെ പറയുന്ന, അത് എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. നമ്മളെ പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടല്ലേ, വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്നതിനാ? അപ്പൊ അതൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോഴാണെങ്കിലും കുറെ പേര് വന്ന് ബുള്ളിങ് ചെയ്യാറുണ്ട്. ഞാൻ ആലോചിക്കും ഇതൊക്കെ എന്തിനാണ് വെറുതെ, കാരണം ഇവര് മനുഷ്യന്മാരല്ലേ, ഫീലിങ്സ് എല്ലാവരെയും മനസ്സിലാവൂലേ. അതെ. അപ്പം ഈ മടിയെല്ലാം മാറ്റി വെച്ച് ഇനി പൊളി വൈബായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാ സപ്പോർട്ടും നമ്മുടെ പ്രേക്ഷകരും ഞങ്ങളും എല്ലാം കൂടെ ഉണ്ട്. അപ്പം ഈ സ്നേഹിക്കുന്ന ഫാമിലിയെ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ പലപ്പം മറക്കാറുണ്ടല്ലേ, ചില സൗഹൃദങ്ങൾ നമുക്ക് വരുമ്പോൾ. അതെ, ഞാൻ മെയിനായിട്ട് എനിക്ക് സൗഹൃദങ്ങൾ വരുമ്പോൾ ഫാമിലിനേക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് അതിലുള്ളൊരു വിഷമം, കാരണം ഇത്രയും സപ്പോർട്ടീവായിട്ട് അമ്മയും അച്ഛനും ഉണ്ടായിട്ടും ഞാൻ അവരെ അവർക്ക് വേണ്ടി ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മിസ്റ്റേക്കാണ്, ഐ ആം സോറി അമ്മ അച്ഛ. അപ്പം എനിക്ക് അതേ ഉള്ളവരെൻ്റെ ഒരു വിഷമം, അവർക്ക് വേണ്ടി പറഞ്ഞു. പക്ഷെ അവരെന്നെ ഇട്ടിട്ട് പോയപ്പോൾ പാരൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ലൈഫിൽ അവരെ കാണത്തുള്ളൂ. അതെ അതെ, അതെനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതലും ഫ്രണ്ട്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിപ്പം എനിക്ക് മനസ്സിലായി, കുറേ ലെസൺസ് പഠിച്ചിട്ടുണ്ട്. ലൈഫിൽ പഠിച്ച 3 മെയിൻ പാഠങ്ങൾ എന്തുവാ? ആരെയും വിശ്വസിക്കരുത്, പാരൻസിനെ ഒട്ടും തള്ളിക്കളയരുത്, അത് ഫസ്റ്റത്തെ കാര്യമാണ്. പിന്നെന്താ പറയാ, ആരെടുത്തും നമ്മുടെ കാര്യം ഓപ്പണായിട്ട് സംസാരിക്കരുത്. അത് അമ്മനോട് അച്ഛനോട് മാത്രം. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത്, ചേച്ചിയുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത്, അത് വേറെ ആരെടുത്തും പറയരുത്. പണി കിട്ടും, ഉറപ്പാണ്. ഇന്നലെ നാളെ കിട്ടിയിരിക്കും. അതെ അതെ. അപ്പം ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് പോട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.